ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ക്രിസ്മസിന് വേണ്ടി ഒരു വീഞ്ഞ് ഉണ്ടാക്കാൻ പോവാണ്. നാടൻ വീഞ്ഞ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി മുന്തിരിയാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 6 കിലോ മുന്തിരി നമ്മൾ മേടിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു വേസ്റ്റൊക്കെ കളഞ്ഞെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പം ഉപ്പിലൊക്കെ ഇട്ട് കഴുകി, ചൂടുമ്പളത്തിലിട്ട് കഴുകി. അപ്പം കെമിക്കലൊന്നും ഇല്ലാന്നൊരു രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു 5.5 കിലോ ആണുമായിരിക്കും. അതിന് ശേഷം നമുക്ക് വേണ്ട പ്രധാനമായ സാധനമാണ് പഞ്ചസാര. അപ്പോൾ പഞ്ചസാര ആണ് മെയിൻ കണ്ടന്റ് മുന്തിരി കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഈസ്റ്റ് മതി നമുക്ക്. അത് കഴിഞ്ഞ് സുഗന്ധവ്യഞ്ജനങ്ങളാണ്, കുറച്ച് കറുകപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഏലക്ക ഇട്ടാൽ നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമുക്ക് വീര്യം കൂട്ടാൻ വേണ്ടി വേണ്ട സാധനമാണ് ഗോതമ്പ്. ഞങ്ങൾ ഗോതമ്പ് ഇവിടെ കഴുകി വൃത്തിയാക്കി ഒന്ന് തിളപ്പിച്ചു. കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇറച്ചിയിലൊക്കെ ഇടുന്നൊരു ചപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഇട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭരണി, അത് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചേക്കുവാണ്. കാരണം നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേഗം കേട് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ പണിപ്പുരയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ മുന്തിരി വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ പോവാണ്. അപ്പം മുന്തിരി വീഞ്ഞ് വേഗം റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്ന ഈ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം നമ്മൾ മുന്തിരി പാത്രത്തിലിട്ടു. അപ്പം ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ പോവുകയാണ്. അപ്പം മുന്തിരി കിടക്കുന്നതിൻ്റെ ആ ഒരു ലെവലിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. അപ്പം ഏകദേശം നമ്മൾ കുറച്ച് വെള്ളം നേരത്തെ ഒഴിച്ചു. ഇപ്പം ഏകദേശം മുന്തിരിൻ്റെ ലെവലിൽ വെള്ളമായി. ഇപ്പോൾ മുന്തിരി ഏകദേശം മുങ്ങുന്ന ലെവലിലുണ്ട്. അപ്പോൾ ഇനി തിളയ്ക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ആവശ്യമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർക്കാം. കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, നമ്മളുള്ള സാധനങ്ങളെല്ലാം ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തു. അപ്പോൾ നമ്മളിനി പഞ്ചസാര ചേർക്കാൻ പോവാണ്. ഓരോ ലെയറായിട്ട് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ അടിയത്തെ ലെയറിലൊക്കെ ചേർത്തിട്ടുണ്ട്. മേളിൽ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തിള പറയുന്നത് ജസ്റ്റ് ഒന്ന് വെള്ളം തിളച്ച് മുന്തിരി ഒന്ന് പൊട്ടുന്ന പാകം, അത്രയും മതി. കൂടുതൽ തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മുന്തിരി പൊട്ടുക, അത്രയേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. അത്രയും ചൂട് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ നോക്കി നിൽക്കണം, എന്നാലേ നമുക്ക് മുന്തിരി പൊട്ടുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പം നമ്മുടെ മുന്തിരി വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടിയിൽ ഉള്ളത് മാത്രം തിളച്ച് പൊട്ടിപ്പോവും, മേളിലുള്ളത് അങ്ങ് പൊട്ടാൻ താമസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ആ പാടി കൊളായിപ്പോവും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ ഓരോന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ നോക്കി നിൽക്കണം. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുന്തിരി നമ്മൾ അടുപ്പിൽ വെച്ച് അതിനൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം തന്നെ ജ്യൂസ് കുടിക്കേണ്ടവർക്ക് ജ്യൂസ് കുടിക്കുകയും ചെയ്യാം. അപ്പം ഇത് നമ്മൾ കുറച്ച് നേരം ആറാൻ വെക്കണം. ഇതിപ്പോൾ നമ്മൾ അരമണിക്കൂറിന് മേലെ ആറാൻ വെച്ചിട്ടാണ്. അത് നല്ല ചൂട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഭരണിക്കകത്ത് നിറയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭരണി നല്ല വെയിലത്ത് വെച്ച് ഉണക്കി നല്ല കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നിറയ്ക്കാൻ തുടങ്ങാം. നമ്മുടെ മുന്തിരി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ലെയർ മുന്തിരി ഇട്ടു. ഇനി നമ്മൾ കുറച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നമ്മൾ ഇടാൻ പോവുകയാണ്. അപ്പം നമ്മളൊരു ലെയർ മുന്തിരി ഇട്ടു. ഇനി അടുത്ത ലെയർ ഗോതമ്പാണ് ഇടുന്നത്. ഒരു ലെയർ ഗോതമ്പ് ഇട്ടു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പം മൊത്തത്തിലൊന്ന് മിക്സായി കിടക്കാൻ വേണ്ടിയാണ് ഇളക്കുന്ന കാര്യം. ലെയർ തന്നെ വേണമെന്നില്ല.
മൊത്തത്തിൽ ടോട്ടൽ മിക്സ് ആവാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിനി ബാക്കി ഉള്ള മുന്തിരി ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഇടയ്ക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ ഇനിയിപ്പോൾ പഞ്ചസാര ഇടാൻ പോവുകയാണ്. നമ്മൾ 6 കിലോ മുന്തിരിക്ക് 1 കിലോ 3 കിലോ പഞ്ചസാര എന്ന രീതിയിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പോരാനിട്ട് ഓരോ കിലോയ്ക്ക് ഓരോ പിടി ഗോതമ്പും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. വെള്ളം എന്ന് പറയുന്നത് ആവശ്യത്തിന് അത് മുങ്ങുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലെയറായിട്ട് ഫില്ല് ചെയ്യുകയാണ്. നമുക്കിങ്ങനെ നിറച്ചാൽ മാത്രം പോരും, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഒരു ഗ്ലാസ് എടുക്ക്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ ഇൻസ്റ്റൻറ്റ് വൈനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു. അപ്പം മുന്തിരിങ്ങ പൊട്ടി പഞ്ചസാര ചേർത്തു. അപ്പം ഇപ്പം തന്നെ നല്ല കളറിൽ വന്നിട്ടുണ്ട് നമുക്ക് കുടിക്കാൻ പാകത്തിന്. ഇന്നു മുതൽ നമുക്ക് വേണമെങ്കിൽ കുടിക്കാം. ജ്യൂസ് ഇപ്പം ജ്യൂസിൻ്റെ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം ദിവസം ചെല്ലുന്നോറും ഇത് വീര്യം കൂടി വൈനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. 3 കുപ്പികളിലായിട്ട് നമ്മുടെ സാധനം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെയറായിട്ടാണ് നമ്മൾ നിറച്ചത്. മുന്തിരിങ്ങ, പിന്നെ നമ്മുടെ ഗോതമ്പ്, പഞ്ചസാര, ഇതാണ് ലെയറായിട്ട് നിറച്ചത്. ഇപ്പോൾ ഏറ്റവും മേളത്തെ ലെയറിൽ നമ്മൾ പഞ്ചസാര തൂളുകയാണ്. അപ്പോൾ നമ്മൾ 3 പാത്രത്തിലും പഞ്ചസാര നിറച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ചേർക്കലാണ്. അപ്പം സാധനം പൊളിച്ച് നല്ല സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ചേർക്കുന്നത്. എത്രമാത്രം ചേർക്കുന്നു അത്രയും പെട്ടെന്ന് ഇത് സ്പീഡപ്പ് ആവും. അപ്പം നമ്മൾ ഈസ്റ്റ് ചേർക്കുകയാണ്. നമ്മൾ കുറേശ്ശെയാണ് ചേർക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുകളിൽ മാത്രം കിടന്നു കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കില്ല. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇത് അടച്ച് കുഴിച്ചിടുന്ന പരിപാടിയാണ്. നമ്മുടെ പഴയ തലമുറകൾ ആൾക്കാർ ഇത് ഭരണികളിലാക്കി ഭരണി നന്നായി ഭദ്രമായി കെട്ടി മണ്ണിൽ കുഴിച്ചിട്ടാണ് ഇവർ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. നമുക്കിത്
നമുക്ക് മണലിലോ അല്ലെങ്കിൽ എംസാൻഡ്, അതായത് നല്ല എളുപ്പമുള്ള സ്ഥലത്ത് നമുക്ക് കുഴിച്ചിടാം. നമുക്ക് അപ്പോൾ നമ്മൾ 3 ഭരണികളും ഇപ്പോൾ ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കുഴിച്ച് ഇടാൻ പോവുകയാണ്. ഇനി നമ്മൾ ക്രിസ്മസ് ആയ ശേഷം മാത്രമേ നമ്മൾ തുറക്കുകയുള്ളൂ. അപ്പം കുഴിച്ചിടുന്നിടത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഭരണികൾ ഒന്നുകൂടെ വീണ്ടും പാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഉറുമ്പും പുറമേ നിന്നുള്ള മണ്ണും വെള്ളവും ഒന്നും കയറാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുഴി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള എംസാൻഡ് കൂന. അപ്പോൾ അതിനകത്ത് നമ്മൾ 3 കുഴികളെടുത്തേക്കാണ്. അത്യാവശ്യം വലിയ കുഴികളാണ്, കുപ്പികൾ ഭരണികൾ ഇറങ്ങുന്ന രീതിയിലുള്ള. അപ്പോൾ നമുക്കിനി ഇത് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ 3 കുഴികളിലായി നമ്മുടെ ഭരണികൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. നല്ല സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴി വേണം. നമുക്ക് മണ്ണിട്ട് മേൽഭാഗം മൂടുവാനുള്ളൊരു ഓപ്ഷൻ ഇട്ടിട്ട് വേണം നമുക്ക് കുഴി കുത്തേണ്ടത്. അപ്പോൾ നമുക്കിനി കുഴി മൂടാം. അതത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മൂടുവാണ്. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരു കോല് കുത്തായിരുന്നു. അപ്പോൾ നമ്മൾ കുഴി മൂടി അടയാളത്തിന് വേണ്ടി ഒരു കോല് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ തലേദിവസം വന്ന് തുറന്ന് വൈൻ കുടിക്കാം. അപ്പം അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.